പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹ് വല്ലാത്തൊരു മരണവിവരം തന്നെയാണ് കേട്ടോ. കുറച്ച് നേരത്തെ ഞാനൊരു മരണവിവരം അറിയിച്ചിട്ടേ ഉള്ളൂ. വെറും ഒരു 12 വയസ്സുള്ള കുട്ടിയുടെ മരണം. ഇന്നലത്തെ സ്കൂൾ അവധിയിൽ കൂട്ടുകാരുമൊത്ത് കുളത്തിലിറങ്ങിയ 12 വയസ്സുകാരൻ മുങ്ങി മരിച്ച വിവരം ഞാൻ കുറച്ച് നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഇതാ ഒരു 6 വയസ്സുള്ള കുട്ടി ഇതുപോലെ തന്നെ സ്കൂൾ അവധി ആഘോഷിക്കാൻ വന്ന 6 വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു. സ്കൂൾ അവധി ആഘോഷിക്കാൻ ബന്ധു വീട്ടിൽ വന്ന 1-ാം ക്ലാസ് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇത്. വെറും 6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സങ്കടം കൊണ്ട് പറയാണെന്ന് കരുതിയാൽ മതി. പണ്ടൊക്കെ ഉമ്മമാര് 5-6 വയസ്സ് വരെ കുട്ടികളെ ഒക്കത്ത് നിന്ന് ഇറക്കാറില്ല. ഈ 6 വയസ്സുള്ള കുട്ടികളൊക്കെ കുളത്തിൽ മുങ്ങി മരിക്കുക, വീണുപോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണിത് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലേ? മക്കളെ നമ്മൾ മനുഷ്യരെ പോലെ തന്നെയല്ലേ വളർത്തുന്നത്? പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയത്. 12 വയസ്സുള്ള ഒരു മകൻ മരണപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ അറിയിച്ചിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. ഇതേ ഒരു 6 വയസ്സുള്ള കുട്ടിയും അതേ സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവധി ആഘോഷിക്കാൻ വേണ്ടി കുടുംബത്തിലേക്ക് വന്നതാ, അവിടുന്ന് കുളത്തിൽ മുങ്ങി മരിക്കുക. ഇതെന്താ സംഭവം? അതാ പിടികിട്ടാത്തെ. ഈ 6 വയസ്സുള്ള കുട്ടികള് കുളത്തിൽ മുങ്ങി മരിക്കുക, അല്ല വീഴുക, എനിക്ക് ഒരു കാരണവശാലും ഇതിന്റെ ഒരു പിടുത്തം കിട്ടുന്നില്ല. പടച്ച റബ്ബ് എല്ലാ മക്കളെയും തൊട്ട് കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ എന്നും നിസ്കാര പായയിൽ നിന്നും ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്നും നമ്മുടെ മക്കളിൽ ഒരു കണ്ണ് വേണം. വലിയ മക്കളൊന്നുമല്ലല്ലോ, 6ഉം 12ഉം വയസ്സുള്ള ചെറിയ മക്കളല്ലേ ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ ഓരോരുത്തർക്കും, ഓരോ ഉമ്മമാർക്കും ഇതൊരു പാഠമായിരിക്കണം. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മുടെ അശ്രദ്ധ മൂലം ഒന്നും സംഭവിച്ചുകൂടാ. അച്ചവൻ വിളിച്ചാൽ എന്നായാലും പോകേണ്ടി വരും. മരണം ആരെയും കാത്തു നിൽക്കില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മുടെ അശ്രദ്ധ മൂലം അതൊന്നും സംഭവിച്ചുകൂടാ. ഈ കുട്ടി തിരൂരിൽ ബന്ധു വീട്ടിൽ വിരുന്നിനെത്തിയ 6 വയസ്സുകാരൻ കുട്ടിയാണ് കുളത്തിൽ മുങ്ങി മരിക്കുന്നത്. താഴെപ്പാലം ഫാത്തിമ മാതാ ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷഹസിൻ 6 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. ചെറിയ മോനാണ്. BP അങ്ങാടി കോട്ടത്തറ പഞ്ചായത്തിൽ വീണാണ് മരണപ്പെട്ടത്. പറവണ്ണ അരിക്കാഞ്ചിറ സ്വദേശി മേലെപ്പുറത്ത് വളപ്പിൽ ഷിയാബിന്റെയും ഷാഹിദയുടെയും മകനാണ്. അവധി ദിനത്തിൽ കോട്ടത്തറയിലെ ഉമ്മയുടെ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു ഷഹസിൻ. ഒരു സഹോദരനും കൂടിയുണ്ട്, മുഹമ്മദ് ഷാദിൻ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വെള്ളിയാഴ്ച ഖബറടക്കം നടത്തും. ഷഹസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇന്ന് ഫാത്തിമ മാതാ LP സ്കൂളിന് അവധി പ്രഖ്യാപിച്ചതാണ്. എന്താ കഥ? 12ഉം 6ഉം വയസ്സുള്ള മക്കൾ ഇങ്ങനെ ഇതുപോലെ മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വിഷയമായി പോയി. ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാവുന്നതാവാം. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പടച്ച റബ്ബ് നമ്മുടെ മക്കളെ എല്ലാം കാക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും പടച്ച റബ്ബ് നൽകട്ടെ. ആമീൻ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ പടച്ച റബ്ബ്. റബ്ബേ, ചെറിയ മകനാണ് റബ്ബേ. ആ ഖബറിടം നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ.
സ്വർഗത്തിൻ്റെ ആ വെളിച്ചം നീ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. റബ്ബേ, ബുദ്ധി വരാത്ത ചെറിയ മകനാണ് റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ ഏൽപ്പിക്കണേ റബ്ബേ. മാഫിറത്തും മറഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ. മാതാപിതാക്കൾ ഇപ്പോൾ ഖബറിൻ്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്ക് സഹനശക്തി നീ കൊടുക്കണം റബ്ബേ. ക്ഷമ കൊടുക്കണം റബ്ബേ. സമാധാനം കൊടുക്കണം റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണം റബ്ബേ. കുറച്ച് റബ്ബേ, ഇതുപോലുള്ള പിടുങ്ങനെയുള്ള പെട്ടെന്നുള്ള ഒരുപാട് മരണങ്ങൾ ഞങ്ങൾ കേട്ടു റബ്ബേ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് നീ കാക്കണ റബ്ബേ. കുറച്ച് റബ്ബേ, ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, പ്രകൃതി ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ ഇന്നും സങ്കടത്തിലാണ് റബ്ബേ. അവർക്ക് ക്ഷമയും സഹനശക്തിയും കൊടുക്കണ റബ്ബേ. അവർക്കൊരു ജീവിതം കൊടുക്കണ റബ്ബേ. അവരെ ആരുമില്ലാത്തവരാക്കില്ല റബ്ബേ. അവർക്ക് സഹനശക്തി നീ കൊടുക്കണ റബ്ബേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരുപാട് വിഷമിച്ചിട്ടാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ അശ്രദ്ധ മൂലം ഒന്നും സംഭവിച്ചുകൂടാ. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. എല്ലാവരും മക്കൾക്ക് വേണ്ടി, മക്കളെ ആഫിയത്തിന് വേണ്ടി എന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മരണപ്പെട്ട മക്കൾക്ക് എല്ലാവരും, പറ്റുന്നവരെല്ലാവരും യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യാൻ ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.